ആഫ്രിക്കയുടെ വിളക്കായി, വെളിച്ചമായി, മണിദീപമായി പരിലസിക്കുന്ന നെയ്റോബിയുടെ വിരിമാറിൽ അരങ്ങേറുന്ന ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം തന്ന ഈ ചടങ്ങിൻ്റെ ഭാരവാഹികളോടുള്ള ഹൃദയംഗമമായ അകൈതവുമായ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. സേവനം മുദ്രാവാക്യമായും ത്യാഗം ജീവിതവ്രതമായും സ്വീകരിച്ച മഹത്തായ ഈ സംഘടന ഇന്ന് സേവനത്തിൻ്റെ പാവനമായ പാതയിലൂടെ 70 നീണ്ട സംവത്സരങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ ശ്രീ എസ്.കെ. പൊറ്റക്കാട് തൻ്റെ പ്രഥമ ആഫ്രിക്കൻ സന്ദർശനത്തിനൊരുങ്ങിയപ്പോൾ നിരൂപകനായ കുട്ടിക്കൃഷ്ണമാരാർ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, വികസ്വരവും വികസിതവുമായ നിരവധി രാജ്യങ്ങളുണ്ടെന്നിരിക്കെ എന്തിനാണ് എസ്.കെ. ഇരുണ്ട ഭൂഖണ്ഡമെന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലേക്ക് പോകുന്നത്? പൊറ്റക്കാടിൻ്റെ മറുപടി ലളിതമായിരുന്നു. പച്ചയായ മനുഷ്യനെ കാണുവാനും അവൻ്റെ ജീവിതം പഠിക്കുവാനും അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനുമാണ് ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത്. നൈറോബിയിൽ വന്നിട്ട് 4 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളെങ്കിലും എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞത് എത്രയോ സത്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇവിടുത്തെ പ്രവാസി മലയാളികളോടൊപ്പം ചെലവഴിച്ച ഏതാനും നിമിഷങ്ങൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞു എന്ന് നിസ്സംശയം മഹത്തായ ഈ വേദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. മുക്കറയിട്ട് മണ്ടുന്ന മുൻശുണ്ഠിക്കാരനായ കാണ്ടാമൃഗത്തെയും മരത്തടികൾ നിരത്തി വെച്ചതുപോലെ ആതപ സ്നാനം ചെയ്യുന്ന മുതലക്കൂട്ടങ്ങളെയും ഫ്രഞ്ച് നർത്തകികളെപ്പോലെ നൃത്തം ചെയ്യുന്ന ഒട്ടകപ്പക്ഷികളെയും മാത്രമല്ല, പച്ചയായ മനുഷ്യനെയും വരച്ചു കാട്ടുവാൻ എസ്.കെ. പൊറ്റക്കാടിന് കഴിയുമെങ്കിൽ നൈൽ ഡയറി എന്ന മഹത്തായ ഗ്രന്ഥത്തെ ശാസ്ത്രലോകത്തിന് അദ്ദേഹത്തിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അതാ മനസ്സാക്ഷിയുടെ അംഗീകാരമാണ്. അതാണ് പ്രവാസി മലയാളിയുടെ മുഖമുദ്ര. മനസ്സാക്ഷിയുള്ള ഒരു സമൂഹമാണ് പ്രവാസി മലയാളികൾ. മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാഞ്ചയാണ്, അഭിനിവേശമാണ് ആഫ്രിക്കൻ പ്രവാസിയെ ഇതര പ്രവാസികളിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നതെന്ന് പറയുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാവട്ട തായേ, അടിമലരിണ വേണം താങ്ങുവാൻ മറ്റൊരേടത്തടിയുവത് ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം. ഉള്ളൂരിൻ്റെ മറ്റൊരു കവിതാശകലം മനസ്സിലേക്ക് ഓടിയെത്തുന്നു. പരമപുരുഷ ശയ്യേ ഭാരതക്ഷോണി മൗലേ പരമശിവപതാകേ പത്മജാ നൃത്തശാലേ, പരമിവന് സഹായം പാരിലാരുള്ളു നീയേ, പരവശതയകറ്റി പാലനം ചെയ്കതായേ. പ്രവാസിയുടെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ്, സാഹോദര്യത്തിൻ്റെ ഭാഷയാണ്, മനുഷ്യത്വത്തിൻ്റെ ഭാഷയാണ്, സമഭാവനയുടെയും സദ്ഭാവനയുടെയും ഭാഷയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടത്തൊരു തത്വശാസ്ത്രത്തെയും, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. പരാപരാത്മൻ ഭക്തഭിഗമ്യൻ ഭവാനെയാർ കാൺമു, ചരാചര പ്രേമാഞ്ജനമെഴുതിന ചക്ഷുസില്ലഞ്ഞാൽ. പരസുഖമേ സുഖം എനിക്ക് നിയതം, പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലി. ഈ ആശയങ്ങളിൽ നിന്ന്, ഈ ആദർശങ്ങളിൽ നിന്ന് നാം കാതങ്ങൾ അകന്നു പോയതാണ് ഇന്ന് സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ദുഷ്പ്രവണതകൾക്ക് നിദാനം എന്ന് വിശ്വസിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് ആ ദിശാബോധം ആവാഹിപ്പിക്കുവാനുള്ള രാസത്വരകമാണ്, മൃതസഞ്ജീവനി മന്ത്രമാണ് ഈ ഞായറാഴ്ച സായാഹ്നത്തിലെ കൂട്ടായ്മ എന്നൊരു വേള ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. നമ്മുടെ യുവതലമുറയെല്ലാം തന്നെ
ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ്, ശക്തിയുടെ സ്രോതസ്സുകളാണ്, നൈർമല്യത്തിൻ്റെ നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളാണ്. പക്ഷെ അവരുടെ കർമ്മശേഷി പലപ്പോഴും വഴിതെറ്റി ഒഴുകി നാടിനെ വിനാശത്തിലേക്കും ഭീകരവാദത്തിലേക്കും ലഹരിയിലേക്കും മറ്റും നയിക്കുന്ന കഷ്ടകരമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ഇത് മൂന്നുമില്ലാത്ത ഒരു ദുരവസ്ഥയിലൂടെ നമ്മുടെ യുവതലമുറ കടന്നു പോകുന്നു. മതിയൻ ആശേ നിന്നെ കൂടിയും വിഴുങ്ങുവാൻ ചതിയൻ ഒരാളുണ്ട്, കാലമാം കാളസർപ്പം എന്ന അവസ്ഥ. മുന്നോട്ട് നോക്കുമ്പോൾ ഘോര മഹാരണ്യം, പിന്നിലോ ശൂന്യ മരുപ്പരപ്പും. കാലം നിടറിയാൽ വീണുപോം ഗർത്തത്തിൻ കൂലത്തിലാണ് ഞാൻ നിൽപ്പതിപ്പോൾ എന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് വയലാറിൻ്റെ വരികൾ കടമെടുത്താൽ നിങ്ങളില്ലാത്തൊരു ഘനപ്രപഞ്ചമില്ല, അംഗീകരിക്കുകൻ ധന്യവാദങ്ങളെ എന്ന വയലാറിൻ്റെ വരികളെ അന്വർത്ഥമാക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക. അതാണ് പ്രവാസി കൂട്ടായ്മകളുടെ ആത്യന്തികമായ ലക്ഷ്യം. നമുക്ക് മഹത്തായൊരു സംസ്കാരമുണ്ട്, ബൃഹത്തായൊരു പാരമ്പര്യമുണ്ട്. പാമ്പിലും എലിയിലും കല്ലിലും പുല്ലിലും ദൈവികത്വം കൽപ്പിച്ചൊരു സംസ്കാരം. 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും 4 ഉപായങ്ങളിലും ഉപവേദങ്ങളിലും ഋഷിപ്രോക്തങ്ങളായ സൂക്തങ്ങളിലും ഗീതയിലും ബൈബിളിലും ഖുറാനിലും അധിഷ്ഠിതമായൊരു സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത ഞാൻ ആദ്യം പറഞ്ഞ സ്നേഹമാണ്. കറയറ്റ ഹിമാലയ ഗിരിശൃംഗമെന്നും തെളിവുറ്റ അനന്ത നീലരത്നാകരമെന്നും കവി വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്കാരം. അവിടെ പുരാണങ്ങൾ എടുക്കുക, രാമായണം തന്നെ എടുക്കുക. രാമൻ്റെ അയനമാണല്ലോ രാമായണം. എന്താണ് രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്ലോകമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിന് ഉത്തരം കണ്ടെത്തുക അസാധ്യമായിരിക്കാം. എങ്കിൽ പോലും മരണാന്താനി വൈരാണി നിവൃത്തം ന പ്രയോജനം ക്രിയതാമസ്യ സംസ്കാരി മമാപ്യേഷ യഥാതവ. പച്ച മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ മൽബാണമേറ്റ് രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരൻ അറ്റിത് പാപങ്ങൾ വൈരവുമാ മരണാന്തമെന്നാകുന്നതേറിയ സംശയം കൂടാതെ അതിന് നീ ശേഷക്രിയകൾ വഴിയെ കഴിക്ക, ഒരു ദോഷം നിനക്കതിനേത് വകപ്പെടാ. രാവണൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വിഭീഷണനോട് ശ്രീരാമൻ ആജ്ഞാപിക്കുന്ന രാമായണത്തിലെ രംഗമാണ്. മരണത്തിന് ശേഷം വൈരമില്ല, നിന്റെ സഹോദരൻ്റെ അന്ത്യകർമ്മങ്ങൾ നീ നിർവഹിച്ചു കൊള്ളുക, അതുകൊണ്ട് നിനക്കൊരു ദോഷവും ഉണ്ടാകാൻ പോകുകയില്ല. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രശസ്തമായ ലേഖനത്തിൽ കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ചിട്ട വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ശ്രീരാമൻ ശരീരമെടുത്ത് വന്ന ധർമ്മമാണ്. മാതൃപിതൃജനങ്ങളോട് പുത്രധർമ്മം അനുഷ്ഠിച്ചവൻ, മാതൃപിതൃജനങ്ങളോട് പുത്രധർമ്മം അനുഷ്ഠിച്ചവൻ. നാം അത് അനുഷ്ഠിക്കുന്നുണ്ടോ? ആത്മപരിശോധന നടത്തണം. ഞാനും നിങ്ങളും അത് അനുഷ്ഠിക്കുന്നുണ്ടോ? ഗുരുജനങ്ങളോട് ശിഷ്യധർമ്മം അനുഷ്ഠിച്ചവൻ, ശത്രുവിനോട് ശത്രുധർമ്മം അനുഷ്ഠിച്ചവൻ. ശത്രുവിന് ക്ഷീണമുണ്ടെന്ന് കണ്ടാൽ തഞ്ചം പാർത്ത് കൊല്ലുന്നവനായിരുന്നില്ല ശ്രീരാമൻ എന്നാണ് യുദ്ധകാണ്ഡത്തിൽ പറയുന്നത്. ചുരുക്കത്തിൽ കടൽ വരെ നീണ്ടുകിടക്കുന്നൊരു സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്തൊരു സംസ്കാരം. അതാണ് നമ്മുടെ പുരാണങ്ങൾ, അതാണ് ഗീതയും ബൈബിളും ഖുറാനും നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്ന മഹത്തായ സംസ്കാരം. ആ നമ്മുടെ പുരാണങ്ങളിലെ സതീർത്ഥ്യ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും നമുക്ക് അന്യമായി തീരുന്നു എന്ന് സംശയിക്കുന്നൊരു വേളയിലാണ് ഈ സായാഹ്ന സംഗമം നടക്കുന്നത്. രാമപുരത്ത് വാര്യരുടെ പ്രശസ്തമായ വഞ്ചിപ്പാട്ടെൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകീരേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലേ പുറപ്പെടാമെന്ന് തുടങ്ങുന്നൊരു വഞ്ചിപ്പാട്ടുണ്ട്. അതിലെ പ്രശസ്തമായൊരു വരിയുണ്ട്. എന്താണ് ആ വരി? മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഠം പുണർന്നു. മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ട് നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഠം പുണർന്നു. അതാണ് ഉത്തമമായ സൗഹൃദ ബന്ധം. കൊല്ലത്തിൻ്റെ സ്വന്തം കവി ഇടപ്പള്ളി രാഘവൻ പിള്ള തൻ്റെ മണിനാദത്തിൽ കുറിച്ചിട്ട വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു.
മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ അനുനയിക്കുവാൻ എത്തുമൻ കൂട്ടരോട് അരളിടട്ടെ എൻ അന്ത്യയാത്രാമൊഴി എന്ന് പറഞ്ഞു തുടങ്ങിയ മണിനാദത്തിൽ പ്രസക്തമായൊരു വരിയുണ്ട്. സ്വജനവേഷം ചമഞ്ഞവരേകിടും സുമമനോഹര സുസ്മിതാകൃഷ്ടനായി നിലയുറയ്ക്കാതെ മേലോട്ട ഉയർന്നുപോയി അലകടലിൻ്റെ ആഴമളക്കുവാൻ. നമ്മുടെ യുവതലമുറയുടെ അവസ്ഥ പലപ്പോഴും അതാണ്. ലഹരിയിലേക്ക് അവർ വഴുതി വീഴുന്നു. ദാഹമാം ധൂമധ്വജൻ ആഹുതിക്കുള്ളോ രാജ്യം ശീലത്തിൻ പിണ്ടക്രിയക്കുതകും തിലോദകം കാലനൂരിലേക്കുള്ള മോട്ടോറിൻ പെട്രോൾ തൈലമെന്ന് കവി വിശേഷിപ്പിച്ച ലഹരി നമ്മുടെ ക്യാമ്പസുകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു സത്യമാണ്. എന്താണതിൻ്റെ യാഥാർത്ഥ്യം? കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾക്ക് വഴിമാറിക്കൊടുത്തപ്പോൾ അമ്മയും അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മുഹൂർത്തങ്ങൾ പോലും നമുക്ക് അന്യമായി തീർന്നിരിക്കുന്നു. മകൻ കമ്പ്യൂട്ടറിൽ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു. അവൻ മഹാനായൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കുന്നു. ചതിക്കുഴികളിൽ നിന്ന് ചതിക്കുഴികളിലേക്ക് അവൻ വീടുകൊണ്ടിരിക്കുകയാണെന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ഐ.ടിയും ബി.ടിയും മുഖമുദ്രയായി സ്വീകരിച്ച ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീഷണി എന്ത് എന്ന് പ്രശസ്തനായ ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മനുഷ്യൻ റോബോട്ടായി തീരുന്നു എന്നതാണ് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. മനുഷ്യൻ റോബോട്ടായി തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നുള്ളിലെന്നും ചിറകടിച്ചാർത്തുന്ന പൊന്നിൻ കിളിയെ പുറത്തയച്ചിടുവൻ നീടുറ്റ രാഗപരവശയാകും ഈ നിഹാര നിർക്കണം നീരാവിയാകുവാൻ ആനന്ദദീപം കൊളുത്തി ഉലകിലി ഞാൻ എന്ന പാഴ്നിഴൽ മായ്ച്ചു കളയുവൻ എത്ര ദിനകര മണ്ഡലം മേലിലും അസ്തശൈലത്തിൽ തടഞ്ഞ് തകരണമെന്ന് സന്ദേഹിക്കുന്ന യുവതലമുറയിലേക്ക് സ്നേഹത്തിൻ്റെ സന്ദേശം ആവാഹിപ്പിക്കുവാൻ ഈ പ്രവാസി സംഘടനയ്ക്ക് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. ഗീതാഞ്ജലിയിലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ, എവിടെ നിർഭയമാകുന്നു മാനസം, ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. എന്തുകൊണ്ട്? തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട്. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ കുലുങ്ങിയില്ലി കരളിന്നും, കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ കുലുങ്ങിയില്ലി കരളിന്നും. സുഗതകുമാരി ടീച്ചർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ചതഞ്ഞ പത്തികൾ താഴാതിപ്പോഴും ഉയർന്നു നിൽക്കാൻ പണിവൂ ഞാൻ. അതാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഹെൽഡ് ഹൈ, വേർ നോളജ് ഈസ് വിതൗട്ട് ബരിയേഴ്സ്, where words come from the depth of truth. ഈശ്വരൻ സത്യമാണെന്ന് പറയുന്നതിനേക്കാൾ സത്യം ഈശ്വരനാണെന്ന് പറയാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഗാന്ധിജി. ആദർശങ്ങൾ നാം മറന്നുപോയിരിക്കുന്നു. അതാണ് ഗാന്ധി അപ്പൂപ്പൻ. ആരിലും കനിവുള്ളവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ. അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം, മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം, മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവസേവ, ഇതെല്ലാം പൊള്ളയാണെന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽഗുരു എന്ന് കവി അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിയതിൻ്റെ കാരണം മറ്റൊന്നല്ല. അതാണ് വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്, വേർ ടയർലെസ് സ്ട്രൈവിങ് stretches its arms towards perfection. Striving, അറിവ് നിറവാണ്, അറിവ് നിറവാണ്. പഠനമൊരു തപസ്യയാണ്, പഠനമൊരു സപര്യയാണ്. ഏതൊരു തപസ്യയും വിജയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അഭിനിവേശം ഉണ്ടായിരിക്കണം. ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അഭിനിവേശം ഉണ്ടായിരിക്കണം. സെറ്റ് എ ഗോൾ, വർക്ക് ഹാർഡ്, സക്സസ് വിൽ കം ടു യു. ഇതാണ് കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. ആണ് വേർ ടയർലെസ് സ്ട്രൈവിംഗ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആംസ് ടുവേർഡ്സ് പെർഫെക്ഷൻ.
where the clear stream of reason has not lost its way in the dreary desert sand of that habit. To that heaven of freedom, my Father, let my country awake. ആ എവൈക്കനിങ്ങിലേക്കുള്ള, ആ ഉയർത്തെണീപ്പിലേക്കുള്ള, ആ ഉണർത്ത് പാട്ടിലേക്കുള്ള മൃതസഞ്ജീവനി മന്ത്രമാണ് ഓരോ പ്രവാസി സംഗമവും. അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തിയുടെ, നല്ലൊരു പ്രവാസിയുടെ, നല്ലൊരു പൗരൻ്റെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും എമ്പതി. എന്താണ് എമ്പതി? അന്യൻ്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതം കാണാനുള്ള കഴിവാണ് എമ്പതി. അന്യൻ്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതം കാണാനുള്ള കഴിവാണ് എമ്പതി. ടു പുട്ട് യുവർ സെൽഫ് ഇൻ അനദർ പേഴ്സൺ ഷൂസ്, അതാണ് എമ്പതി. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും, ഹന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും, ഹന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ എന്ന് കേൾക്കുമ്പോൾ ആ മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ, ആ പാവപ്പെട്ട സ്ത്രീയുടെ ദുഃഖം ഉൾക്കൊള്ളാൻ അവന് കഴിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവൻ അഭ്യസ്തവിദ്യനല്ല, വാലും കൊമ്പും എഴാതുള്ള മഹിഷം മാത്രമാണ്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. ഇന്ന് ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കിയാലെന്ന് ആശാൻ നളിനിയിൽ പറയുമ്പോൾ, മഹാകവി കുമാരനാശാൻ നളിനിയിൽ പറയുമ്പോൾ അതിൻ്റെ താത്വിക തലങ്ങൾ മനസ്സിലാക്കാൻ അവന് കഴിവുണ്ടായിരിക്കണം. അതാണ് എമ്പതി. ആത്മോപദേശം കേട്ടപ്പോൾ കൊടിമരത്തിൽ നിന്ന് വീണ കൊടിക്കൂറ പോലെ ദിവാകരൻ്റെ മേലേക്ക് ചാഞ്ഞു വീണ് നളിനി പരലോകം പൂകി എന്നാണ് മഹാകവി കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് തന്നതില്ല പരൻ ഉള്ളുകാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ, അകല കുന്നിൻ ചോട്ടിൽ രാത്രിതൻ ഗുഹകളെ അലറും തെണ്ടിപ്പട്ടി ഒലിയാൽ നിറയ്ക്കുമ്പോൾ, കണ്ടിടാറുണ്ട് ഞാൻ ആ കിളവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ട് അങ്ങിങ്ങ് ചരിപ്പതായി, മിണ്ടുകിൽ ഒന്നും തന്നെ മിഴിയും ചുണ്ടും വണ്ടിത്തണ്ടിൻ്റെ ദയാർഹമാം ഞരക്കം മാത്രം കേൾക്കാമെന്ന് കേൾക്കുമ്പോൾ ആ പാവപ്പെട്ട വണ്ടിക്കാരൻ്റെ ദുഃഖം എന്തെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ തലമുറക്ക് കഴിയണം. അതാണ് എമ്പതി. അത്തലുള്ളവനും ഭാരം ചുമക്കുന്നവനും അവശനും ആർത്തനും ആലംബഹീനനും അടങ്ങുന്നൊരു ജനവിഭാഗത്തിൻ്റെ കണ്ണീരൊപ്പുവാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായത് ചെയ്യുന്നൊരു തലമുറയെ വാർത്തെടുക്കുന്ന മൂശയായി തീരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. ജീവിതം ആഴി പോലെ അനന്തമാണ്. ജീവിതം ആഴി പോലെ അനന്തമാണ്. അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്ന ഒരു കൈക്കുമ്പിൾ ജലം മാത്രമാണ്. ഒരു കൈക്കുമ്പിൾ ജലം. ആ കുടിനീര് കണ്ണുനീരായി തീരുമ്പോൾ, ആ കുടിനീർ കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ അവന് താങ്ങും തണലുമായി നിൽക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഘടനകളാണ്. ആഴമേറിയിടുന്നോരാഴികടക്കിലും ആഴക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കണം. അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന, മണ്ണിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് അദമ്യമായ അഭിവാഞ്ചയുള്ള, അഭിനിവേശമുള്ള, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള അപ്പരബ്രഹ്മം താൻ ഞാനെന്ന് കൂറുന്നു രാപ്പകൽ എന്നോടെന്നെ അന്തറിയാമി. അതാണ് മനസ്സാക്ഷി. അപ്പരബ്രഹ്മം താൻ ഞാനെന്ന് കൂറുന്നു രാപ്പകൽ എന്നോടെന്നെ അന്തറിയാമി. കാലമായി കാതരരാമിവർ കാത്തിരുന്നിടുന്നു കന്മതിൽക്കപ്പുറം മായാകുമാരക പോരുക തേടുവാൻ മയക്കതീതം അജ്ഞാതമാം ശാന്തിയെ. അതാണ് മനസ്സ്. മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള, മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു തലമുറ. ഉണരിനുള്ളിൽ ആത്മശക്തി പ്രണയമെഴും സഹജാതരെ തുരിപ്പിൻ രണപടഹമടിച്ച് ജാതിരക്ഷ സണവരിടങ്ങളിൽ ഒക്കെ എത്തി നേർപ്പിനെന്ന് ആശാന്റെ വരികൾ കേൾക്കുമ്പോൾ പുളകിത ഗാത്രരാകുന്ന ഒരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. നിങ്ങൾക്കറിയാം, ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സ്വാതന്ത്ര്യം കൈവരിച്ചിട്ട് നിരവധി സംവത്സരങ്ങൾ കടന്നുപോയിരിക്കണം. ലോകത്തിലെ ഏറ്റവും മഹത്വം ബൃഹത്തമായ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ നാടിൻ്റെ മക്കളാകുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. ഈ കെനിയൻ മണ്ണിൽ
ജോലി ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമായ പാരതന്ത്രത്തോട് വിട പറയുവാൻ കഴിയതിന് പിന്നിൽ ഏത് രാജ്യത്തിനായിക്കൊള്ളട്ടെ സേവനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, അർപ്പണ മനോഭാവത്തിൻ്റെ ഉദാത്തമായ നിരവധി കഥകൾ പറയാനുണ്ട്. വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കട്ടിയ ധീരദേശാഭിമാനികളുടെ കഥകൾ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ലോങ് ഇയേഴ്സ് അഗോ വി മേഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി and now the time comes to redeem our pledge, not wholly or in full measure but very substantially. At the stroke of the midnight hour when the world sleeps, India will awake to peace and freedom. Peace, freedom. A moment comes that comes very rarely in history when we step out from the old to the new, when the soul of a nation long suppressed finds its utterance. അത്തരത്തിലുള്ളൊരു ചരിത്ര നിമിഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യം വെല്ലുവിളികൾക്കിടയിലൂടെ ഇന്ന് കടന്നു പോകുന്നത്. പൊരുതി നേടിയെടുത്തിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അത് സാമ്പത്തികമായ, സാമൂഹികമായ സ്വാതന്ത്ര്യത്തിന് കൂടെ വഴിതെളിക്കേണ്ടിയിരിക്കുന്നു. ഭാരതമതങ്കജം ചങ്ങല പൊട്ടിച്ചത് എന്തിനാണ്? പാരിനെ ചതച്ചുകൊണ്ട് അങ്ങിങ്ങ് പായാനല്ല. പിന്നെ എന്തിനാണ്? വാരിയിൽ വീഴിക്കപ്പെട്ടുഴലും തൻ കൂട്ടരെ ചേണുറ്റ തുമ്പിക്കയ്യാൽ പിടിച്ചു പൊക്കാനത്രേ. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദർശങ്ങൾ. വാരിയിൽ വീണിക്കപ്പെട്ടുഴലും തൻ കൂട്ടരെ ചേണുറ്റ തുമ്പിക്കയ്യാൽ പിടിച്ചു പൊക്കാനത്രേ. അംബഭാരതധാത്രി ഹൃത്തിനാൽ നിറുകയിൽ ചുംബനം ചെയ്തോതുന്നു തൻ സ്വരം പതറവേ. എന്താണ് പറഞ്ഞത്? ജീവനന്ദിനി ചിരംജീവ നിൻ സ്വാതന്ത്ര്യ ജ്വാലാനാളമങ്ങോളം ജ്വലിക്കട്ടെ. ആ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയെ ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികമായ സ്വാതന്ത്ര്യം കൈവരിക്കേണ്ടിയിരിക്കുന്നു. മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ അടിമ ശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം ഇന്ന് വെള്ളത്തോട് മാപ്പിൽ കുറിച്ചിട്ട വരികൾക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അകത്തും പുറത്തുമുള്ള ഛിദ്രശക്തികളെ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാത്തിനും ഉതകുന്ന മൂശയായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസി സംഗമങ്ങൾ. ഈ ആശയങ്ങൾ, ഈ അഭിലാഷങ്ങൾ ഭാവി തലമുറയ്ക്ക് കൈമാറുന്ന വേദികളായി ഈ സംഗമങ്ങൾ നാം മാറ്റേണ്ടിയിരിക്കുന്നു. ഈശ്വരനൊരു യാഥാർത്ഥ്യമോ അതോ കേവലം ഒരു വിശ്വാസമോ, ഒരു തഥ്യയോ അതോ തഥ്യയായി തോന്നുന്ന മിഥ്യയോ എന്ന് പോലും സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശാസ്ത്രത്തിൻ്റെ അഭൗമമായ വളർച്ചയും ഭൗതികവാദത്തിൻ്റെ അനിതര സാധാരണമായ വികസനവും ഈ സംശയത്തെ കൂടുതൽ ബലവത്താക്കിയിരിക്കുന്നു. എന്നാൽ അങ്ങനെ സംശയിക്കുന്നവരോട്, സന്ദേഹിക്കുന്നവരോട് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥയിലൂടെ മറുപടി നൽകുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. അന്ന് നരേന്ദ്രൻ എന്ന പേരറിയപ്പെട്ടിരുന്ന കൊച്ചു സ്വാമിജി തൻ്റെ ഗുരുഭൂതനായ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി, താങ്കൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഗോഡ്? അദ്ദേഹത്തിൻ്റെ മറുപടി എന്തെന്നല്ലേ? യെസ്, ഐ ഹാവ് സീൻ ഗോഡ്. ഐ ഹാവ് സീൻ ഹിം ആസ് ഐ സീ യു ബിഫോർ മീ. അന്നവും വസ്ത്രവും ആര് നൽകുന്നു? അവനാണ് ഈശ്വരൻ. ഈശ്വരൻ സത്യമാണ്, സ്നേഹമാണ്, നീതിയാണ്, ന്യായമാണ്, ധർമ്മമാണ്. നിരീശ്വരവാദിയുടെ നിരീശ്വരത്വവും ദൈവമാണ്. God is a circle whose center is everywhere and whose circumference is nowhere. മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്ന അത്ഭുത പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ആത്മീയത. മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്ന അത്ഭുത പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ആത്മീയത. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലം. മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൻ നാരായ മുനകളിൽ. മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൻ നാരായ മുനകളിൽ.
മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാസ്മരികതയാണ് ആത്മീയത. അത് യുക്തിവാദവുമാവാം, നിരീശ്വരത്വവുമാവാം. പക്ഷെ നാം നമ്മുടെ യുവതലമുറയെ നേർവഴിക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പാതിയും കഴിഞ്ഞതില്ലൻ ഗ്രന്ഥപാരായണം, പാതിയും കഴിഞ്ഞതില്ലൻ ഗ്രന്ഥപാരായണം, ഭീതിതം ഇതിന് അന്ത്യമെന്തിനായി ആരായണം, ജ്ഞാനതൃഷ്ണനാമെൻ്റെ നീടുറ്റ നിത്യത്വാനം, പാനപാത്രത്തിൽ വെറും കണ്ണുനീർ നിറപ്പാനാം, ഓമനെ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണി ദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ എന്ന വരികൾ അന്വർത്ഥമാക്കുന്ന വെഞ്ഞാറമ്മൂട് കൊലപാതകവും, അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്ന നിഷ്ഠുരമായ സംഭവങ്ങളും, ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്ന കർണാടക മുൻ DGP സ്വന്തം ഭാര്യ വെട്ടിക്കൊന്നെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളും ആവർത്തിക്കുന്നതിൻ്റെ മൂലകാരണം ഇതാണ്. മനുഷ്യത്വത്തിൽ നിന്ന് നാം അകന്നു പോയിരിക്കുന്നു. അതിന് ഏത് പേര് വേണമെങ്കിൽ വിളിച്ചുകൊള്ളൂ. ശാസ്ത്രം എത്ര വളർച്ച പ്രാപിച്ചാലും ഒരു നഗര സത്യത്തെ നേരെ മുഖം തിരിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. He paints the wayside flower. He lights the evening star. ചന്തമേറിന പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മികൾ മീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വനെ വാഴ്ത്തുവിൻ. ശാസ്ത്രം കൊണ്ട് മാത്രം നേർവഴിക്ക് നടത്താനാവാത്തൊരു സമൂഹത്തെ നേർവഴിക്ക് നടത്തുന്ന മഹത്തായ ബൃഹത്തായ ആശയമായിട്ടാണ് ഞാൻ ആത്മീയതയെ കാണുന്നത്. രാവിപ്പോൾ ക്ഷണം അങ്ങൊടുങ്ങും, ഉഷസ്സെങ്ങും പ്രകാശിക്കുമേ, ദേവൻ സൂര്യൻ ഉദിക്കും, ഈ കമലവും താനേ വിടർന്നിടുമേ എന്ന് ചിന്തിക്കുന്ന ഒരു താമരമുട്ടിനകത്തകപ്പെട്ടു പോയ ഒരു വണ്ടിൻ്റെ മാനസികാവസ്ഥയിലാണ് നമ്മുടെ യുവതലമുറ പലപ്പോഴും. പക്ഷെ ദൈവത്തിൻ ആര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രണ പത്മിനിയും, ദൈവത്തിൻ്റെ മനസ്സാര് കണ്ടു രാത്രി ആന വന്ന് ആ താമരച്ചെടിയെ വേരോടെ പിഴുതെടുത്തു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത്, ഗഗനം എന്തൊരത്ഭുതം, ആകാശത്തേക്ക് നോക്കൂ എന്തൊരത്ഭുതം, സമുദ്രം എന്തൊരത്ഭുതം, സകല ലോകജാല ജീവൻ എന്നതെന്തൊരത്ഭുതം. ജഗദധീശ രാത്രിയും ശശാങ്കതാരകങ്ങളും പകലും അർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദംബ പക്ഷിപുഷ്പ വൃക്ഷശലഭവൃന്ദവും മികവൽദിൻ്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ഞാൻ വിഭോ. വിനയമുള്ളൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. സൗമ്യതയും മുക്തതയും മുഖമുദ്രയായി ഉള്ളൊരു തലമുറയെ വാർത്തെടുക്കുവാൻ മുതിർന്നവരെന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിന് ആ ബാധ്യത നാം ഓരോരുത്തരും നിറവേറ്റുമെന്നുകൂടെ നാം രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും ബന്ധപ്പെടുത്തിയാൽ കേരളോർവി, ഭാരതാംബ, ഈ കെനിയൻ നിവാസികൾ എല്ലാവരും പുളകിതഗാത്രരായി തീരുമെന്നതിൽ സംശയലേശമില്ല. 2 വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. എ ട്രീ which has its roots in the soil but reaches up to the sky is a firm reminder to all of us that our ability to reach our goals depends on we the people who are the soil out of which we grow, the shoulders on which we stand. ആ സത്യം നാം മറക്കരുത്. ബസീരെ ലോകവും ഓർ ടൂട്ടെ വാദവും ഉൻക അൻകഹ കസീസ ഹുമ്മേ. ബസീരെ ലോകവും, forgotten people, ടൂട്ടെ വാദവും, broken promises, ഉൻക അൻകഹ കസീസ ഹുമ്മേ. I am their untold story. ഇന്നാട്ടിലെ സാധാരണക്കാരനായ ദരിദ്രനാരായണൻ്റെ കണ്ണീരൊപ്പുവാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസവും. എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോൾ, എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ടോളറൻസ്, ഫോർ അഡ്വഞ്ചർ ഓഫ് ഐഡിയസ്, ഫോർ സെർച്ച് ഫോർ ട്രൂത്ത്. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിൻ്റെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും ഭാവി തലമുറയിലേക്ക് കൈമാറുന്നൊരു വേദിയായി, അല്ലാണ്ട് വിദ്യാഭ്യാസം മാർക്കുകളോ റാങ്കുകളോ വാരിക്കൂട്ടുന്ന പ്രക്രിയയല്ല. ഉത്തമ മനുഷ്യനെ വാർത്തെടുക്കുന്ന മൂശയാണ് വിദ്യാഭ്യാസം.
ഏത് തരത്തിലുള്ളൊരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത്? സുദീർഘമായൊരു ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. ഏത് തരത്തിലുള്ളൊരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത്? സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ ആകത്തുകയായൊരു തലമുറ. തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്കു വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പായുള്ള തലമുറ. മഹനീയ ജീവിതങ്ങൾ മഷിപ്പാത്രമാകുന്നൊരു തലമുറ. ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയും സമഞ്ജസമായി സമോഹനമായി സമ്മേളിക്കുന്നൊരു തലമുറ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ കടമെടുത്താൽ, വാട്ട് ഇന്ത്യ വാണ്ട്സ് ഇസ് മെൻ ആൻഡ് വിമൻ വിത്ത് മസിൽസ് ഓഫ് അയൺ, നെർവ്സ് ഓഫ് സ്റ്റീൽ. ഇച്ഛാശക്തിയാണ്. നെർവ്സ് ഓഫ് സ്റ്റീൽ ആൻഡ് ജൈജാന്റിക് വിൽസ് which nothing can resist, which can penetrate into the innermost secrets of life. So arise, awake and stop not till the goal is reached. 3 ഉദ്ധരണികൾ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കാം. ആദ്യത്തെ ഉദ്ധരണി മാതാ അമൃതാനന്ദമയിയിൽ നിന്നാണ്. In today's world, there are many who live in air-conditioned rooms, who need sleeping pills to sleep. Therefore, the challenge before us is to air condition our minds. For that, the control of our mind must be firmly in our hands. രണ്ടാമത്തെ ഉദ്ധരണി രവീന്ദ്രനാഥ ടാഗോറിൽ നിന്നാണ്. Clouds come floating into my life, not to usher in rain or storm, but to add color to my sunset sky. അന്യനെ വിമർശിക്കുന്നതല്ല ജീവിതം. അന്യൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്നതല്ല ജീവിതം. അന്യനെ കണ്ട് അസൂയപ്പെടുന്നതല്ല ജീവിതം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരേണം. അതാണ് ജീവിതം. മൂന്നാമത്തെ ഉദ്ധരണി പി.കെ. ബാലകൃഷ്ണനിൽ നിന്നാണ്. ഈ ഞാൻ ഉറങ്ങട്ടെ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ നിന്ന്. സഹസ്രയുഗങ്ങളായി തൻ്റെ വക്ഷസിൽ നിന്നും തൻ്റെ നെഞ്ചിൽ നിന്നും നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തു വിടുകയും പ്രപഞ്ചത്തിൻ്റെ അവിരാമമായ വൃദ്ധക്ഷയ പ്രക്രിയയ്ക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവദ്ഗിരിയുടെ കരളലിഞ്ഞു വാർന്ന കണ്ണീരിനെ ദുഃഖാർത്തനായ മനുഷ്യൻ വാർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ളൊരു തലമുറയെ സൃഷ്ടിക്കുവാൻ ഈ പ്രവാസി സംഗമത്തിന്, ഈ 70 സംവത്സരങ്ങൾ പിന്നിടുന്ന ഈ മഹത്തായ സംഘടനയുടെ സംഗമത്തിന് കഴിയുവാനിടയാകുമാറാകട്ടെ എന്ന് ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 56 അക്ഷരമല്ല മലയാളം, 51 അക്ഷരവുമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന് വിശ്വസിക്കുന്നൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, അങ്ങനെ ആത്മാർത്ഥമായി 51 അക്ഷരാളി കലിത തനുലതയെ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോട് പൂക്കും കുസുമലതയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൽ തർബാണ ഡംഭപ്രശമന സുഹൃതോപത്ത സൗഭാഗ്യലക്ഷ്മി. സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ എന്ന് വിശ്വസിക്കുന്നൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ സംഗമത്തിന് കഴിയുവാനിടയാകുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗഗനകൂടാരം തുറന്നു നീ നോക്കുക, ഒന്നകലെയെങ്ങാനും പ്രകാശമുണ്ടോ? ആ പ്രകാശത്തിൻ്റെ ഗോപുരമായി, ആ പ്രകാശത്തിൻ്റെ സ്തംഭമായി തുടർന്നും വർത്തിക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിയണമേ എന്ന ആർത്തത്രാണപരായണനായ ത്രിജഗന്നിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ചെന്നപാരതയുടെ കൈകളിൽ പിടിക്കുവാൻ എന്നപ്പോൾ സമാന്തരം പായുന്ന പാളങ്ങളെ പുലരിക്കതിർ വന്ന് മുന്നമേ പരത്തുന്ന പുതിയ വെളിച്ചമീ ഞങ്ങളിൽ പകരുന്നു. താൻ വെയിൽ കൊണ്ടാലും തണലേകുന്ന തൈമരം പോലെ ഭാവി തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായി വർത്തിക്കുവാൻ,
ഭാവി തലമുറയ്ക്ക് ഒരു തണ്ണീർ പന്തലായി വർത്തിക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.